ഞാൻ രജനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വളരെ നൊസ്റ്റാൾജിയ കൊടുത്തിട്ടുള്ള എൻ്റെ തക്കാളി ചോറാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തക്കാളി ചോറിന് ആവശ്യമായിട്ടുള്ള 4 വലിയ തക്കാളി, പഴുത്ത തക്കാളി, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ഏലയ്ക്ക, കറിവേപ്പില 1 തണ്ട്, മല്ലിയില അധികം വേണം, വെളുത്തുള്ളി 2 അല്ലി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, സവാള അരിഞ്ഞത്, വെളിച്ചെണ്ണ, ചോറ് വേവിച്ച് വെച്ചത്. ഓക്കെ, ഇത്രയും മതി നമ്മളെ ഇൻഗ്രീഡിയൻസ്. ചോറ് ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ഇടാതെ തന്നെയാണ് വേവിക്കുന്നത്, ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലെ പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക ഒന്ന് നന്നായിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം തെളിച്ച് നമ്മൾ അരകല്ലിൽ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ അരച്ചെടുത്തു. ഇപ്പം അതേ ഇതിൽ തന്നെയാണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത്. അപ്പോൾ പട്ടയും ഗ്രാമ്പും ഒന്ന് ചതച്ചെടുത്തത് കൊണ്ട് ആ കല്ലിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തത്. അതുകൊണ്ടാണ് അതിലൊരു കളർ വ്യത്യാസം. ഇനി പാൻ അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയിൽ താല്പര്യം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് ഓയിലാണ് അവരവർക്ക് ഇഷ്ടം അത് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതലും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കടലെണ്ണ വാങ്ങാൻ കിട്ടും, അതായത് ഗ്രൗണ്ട് നട്ട് ഓയിൽ. അങ്ങനെയും ഉണ്ടാക്കാം. വീട്ടിൽ കൂടുതൽ അമ്മ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ തന്നെ ഞാൻ ചൂസ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ കോളേജ് ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ തരുന്ന ഞങ്ങളുടെ ലഞ്ച് ബോക്സിലെ ഏറ്റവും വലിയൊരു ഐറ്റം, തട്ടിപ്പറിച്ച് കഴിക്കുന്ന ഞങ്ങളുടെ ഒരു ഐറ്റം തന്നെയാണ് ഈ തക്കാളിച്ചോറ്. തക്കാളിച്ചോറ് കൊണ്ടുപോകുന്ന ദിവസം എനിക്കധികം ഒന്നും കഴിക്കാൻ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി ഓർമ്മകൾ നമ്മൾക്ക് കോളേജ് ജീവിതങ്ങളിലുണ്ടാവും. അതിലൊരു വലിയൊരു ഭാഗം ഈ ലഞ്ച് ടൈമാണ്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ടു. വേറെ ഒന്നും പൊട്ടിക്കാനില്ല. ചിലർ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പൊക്കെ ഇടാറുണ്ട്. അമ്മയുടെ സ്റ്റൈലിൽ എൻ്റെ അമ്മ ഞങ്ങൾക്ക് ടിഫിൻ ബോക്സിലാക്കി തരുന്ന തക്കാളിച്ചോറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് വേഗം കരിയാതെ തന്നെ നമ്മൾക്ക് ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളമയത്തോടു കൂടെ അരച്ചെടുത്ത്, അപ്പോൾ വെള്ളം കുറച്ച് ഞാൻ മിക്സ് ചെയ്താണ് എടുത്തത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെ ചതച്ചാൽ മതി. അപ്പോൾ അത് ചേർത്തു. ഇനി സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില. ഇതിൽ കറിവേപ്പിലയേക്കാൾ കൂടുതൽ മല്ലിയിലയാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ തക്കാളി നല്ല പഴുത്തിരിക്കുന്ന തക്കാളി ആയതുകൊണ്ട് കളർ ഒരു ഓറഞ്ച് കളർ വരും. അതല്ലാതെ അത്ര വലിയ കളറൊന്നുമില്ല, പക്ഷേ ചിലത് നല്ല പുളിപ്പുണ്ടാവും. അപ്പം നാടൻ തക്കാളിയാണെങ്കിൽ എണ്ണം കുറച്ച് മതി. ഞാൻ 1 കപ്പ് നമ്മുടെ ഒരു അളവ് പറയുകയാണെങ്കിൽ, അരിയുടെ അളവ് പറയുകയാണെങ്കിൽ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ ചോറ് വേവിച്ചെടുത്തു. അപ്പോൾ ഉപ്പ് ആവശ്യം എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഉപ്പിട്ട് വേവിക്കാം. ഞാൻ ഉപ്പിടുന്നില്ല. ഞാൻ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത്, അതായത് നമ്മൾ തക്കാളിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പോഴും ആവശ്യത്തിന് ഉപ്പ് പിടിക്കാറുണ്ട്. ഞാൻ സവാള ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സവാള തന്നെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഒരു വലിയ സവാള തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഒരുവിധം നന്നായി കഴിക്കുന്ന 3 പേർക്ക് നമുക്ക് ഈ തക്കാളിച്ചോറ് ഈ ഗ്ലാസ്സിൽ, ഞാനൊരു വലിയ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ക്വാണ്ടിറ്റി മനസ്സിലാവും. അത് ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരുത്തർ കൺസ്യൂം ചെയ്യുന്ന പോലെ ഉണ്ടാവും അതിൻ്റെ അളവ്. അപ്പോൾ തക്കാളി നല്ല പഴുത്തതായിരുന്നു. അപ്പോൾ അതിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി നല്ലവണ്ണം ഉടയണം, എന്നാലേ ചോറിലേക്ക് നല്ലവണ്ണം തക്കാളിയുടെ ഫ്ലേവർ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും സവാള നന്നായി വഴറ്റിയെടുക്കുക. ഒപ്പം നമ്മുടെ തക്കാളി ഇട്ടു. ഉടച്ച് വേവിക്കുകയാണ് തക്കാളി വേണ്ടത്. അപ്പോൾ വേകുന്നവരേക്കും മൂടി വയ്ക്കാം. വേറെ ഒന്നും ഇപ്പോൾ ചേർക്കേണ്ടതില്ല. മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. വേണമെങ്കിൽ അവസാനം കുറച്ച് ഗരം മസാല ചേർക്കാവുന്നതാണ്. ഞാനതൊന്നും ഇല്ല, അതൊന്നും ചേർക്കുന്നില്ല. ആദ്യം ചേർത്ത പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ആ പട്ടയുടെ നമ്മുടെ മസാല, ബിരിയാണി മസാലയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എൻ്റെ അമ്മയുടെ സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു അടിപൊളി തക്കാളി ചോറാണ്. ഇതിന് ആവശ്യക്കാരേറെയാണ്. ഇതിപ്പോൾ ഇടുമ്പോൾ തക്കാളി ചോറ് കാണുമ്പോൾ പലർക്കും, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതൊക്കെ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. കളർ എത്ര ഇഷ്ടമുള്ളവർക്ക് അത്ര ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് തക്കാളിക്ക് ഉപ്പ് ചേർക്കുക. അതേപോലെ നമ്മൾ ചോറിനും ആവശ്യമാണ്. അപ്പോൾ തക്കാളി നന്നായി ഉടച്ചെടുക്കണം. തക്കാളി ഉണ്ടോയെന്ന് തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ നന്നായി ഉടച്ചെടുത്ത തക്കാളിയിലോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലവണ്ണം കുഴഞ്ഞു വരാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചോ വേവിച്ചെടുക്കാവുന്നതാണ്. നല്ലവണ്ണം അത് കുഴഞ്ഞെടുക്കണേ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഈ വിഭവം ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓർമ്മകൾ, ഇതുപോലെ കോളേജിൽ ഉണ്ടാവുന്ന പല ഓർമ്മകളും പലർക്കും ഉണ്ടാവും. അതെല്ലാം കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് അറിയിക്കൂ. ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയാനും മറക്കരുത്. എല്ലാവരും ഇങ്ങനൊരു വിഭവം ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചതുകൊണ്ട് നല്ല ആറിയ ചോറ് തന്നെ ഇതിലേക്ക് ഉപയോഗിക്കുക. ഇനി തക്കാളി നല്ലോണം വഴറ്റിയ ശേഷം കുറച്ച് മല്ലിയില ഈ സമയത്തും നമുക്ക് ചേർക്കണം. നിറയെ മല്ലിയിലയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കറിവേപ്പില ഒരു തണ്ടോളം മതിയാവും. ഒരു 3-4 പേർക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ ആൾക്കാരുടെ അളവിനനുസരിച്ച്, അപ്പോൾ 4 പേർക്ക് കഴിക്കാനായിട്ട് ഒരു 6 തക്കാളിയെങ്കിലും, നല്ല വലിപ്പമുള്ള 6 തക്കാളിയെങ്കിലും യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഭാഗം. അപ്പോൾ നാടൻ തക്കാളിയാണെങ്കിൽ അളവ് കുറയ്ക്കാം. ചോറ് നമ്മൾക്ക് കുറച്ച് അളവിൽ ഇട്ട് ചേർത്ത് നമ്മൾക്ക് തക്കാളിയിലേക്ക് വഴറ്റിയെടുത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് കുറച്ച് അളവിൽ ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾക്ക് എടുക്കുന്ന പാത്രത്തിൽ, നമ്മൾ കുക്ക് ചെയ്യാനെടുത്ത പാത്രം എങ്ങനെ അളവിലാണോ അതിനനുസരിച്ച് നമുക്ക് ചോറ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കാളി എന്നിവ മിക്സ് ആവാനായിട്ട് നമുക്ക് ടൈം കൊടുക്കാം. വളരെ കുറച്ച് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് ചൂട് കയറണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ടൈമിൽ ചോറ് നല്ല ചൂട് ചോറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റാം. നല്ലോണം ആറിയ ചോറാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഒന്നുകൂടെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചോറ് ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ, അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്നത് പോലെ ചോറ് ഓരോന്നായി നിൽക്കുന്നതിനേക്കാളും ചോറൊന്ന് ഇച്ചിരി ഒന്ന് വേവ് കൂട്ടി ഒന്ന് വേവിച്ചെടുക്കുന്നതാണെങ്കിൽ തക്കാളി ചോറ് ഇങ്ങനെ, എന്നാലും നമ്മൾ തൈര് സാധമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് കുഴഞ്ഞു ഇരിക്കേണ്ട. ഈ തക്കാളി അതിലേക്ക് നന്നായി ചോറിലേക്ക് അബ്സോർബ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചോറ് ഉടഞ്ഞ പരുവത്തിലായിരിക്കണം. അപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പോൾ ചൂട് ചോറ് നമ്മൾ ഈ തക്കാളി മിക്സിയിലേക്ക് ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ വളരെ ചോറ് കുഴഞ്ഞ പരുവത്തിലാവും. അപ്പോൾ ആ ചോറ് അങ്ങനെ ഇച്ചിരി ഒന്ന് വേവ് കൂട്ടിയെടുത്ത് ഉള്ള ചോറിനെ നമുക്ക് ആറിയതിന് ശേഷം നമുക്ക് തക്കാളിയിലോട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുഴഞ്ഞ് കിട്ടില്ല. ശരിക്കും ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. 1-2 തവണ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. 2-3 മിനിറ്റ് അടച്ചു വെച്ച് ചൂടായതിന് ശേഷം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ഒരു അടിപൊളി ചോറ് തന്നെയാണ്.